കേട്ടോ. എനിക്ക് പട്ടാമ്പി വരെ ഒന്ന് പോകണം, കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽസ് എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ട സ്റ്റിച്ചിങ് ഐറ്റംസും വാങ്ങണം. അപ്പോൾ പട്ടാമ്പിയിലെ പരാഗ് എന്ന് പറഞ്ഞൊരു കടയ്ക്കാണ് കേട്ടോ പോണത്. അവിടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസിന് മാത്രം വേണ്ടിയിട്ടൊരു കടയാണ് കേട്ടോ, ഹിന്ദിക്കാരെ കടയാണ്. അവിടെ ഇല്ലാത്ത ഒരു ടൈപ്പ് തുണിയില്ല, അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം പോകാൻ വേണ്ടി ഒന്ന് റെഡി ആവുകയാണ്. ആദ്യം കുറച്ച് പൗഡറൊക്കെ ഇട്ടു, അതിന് ശേഷം ഐബ്രോവും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ പ്രൊഡക്ട്സ് ഒന്നും വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടാകുന്നില്ല, അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ ഒന്ന് റെഡി ആവുകയാണ്. ബാക്കി ഐറ്റംസ് ഒക്കെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റിന് കുറച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് 2 കണ്ണിലിട്ട് കൊടുക്കുന്നുണ്ട്. മോളേനെ ഉറക്കിയിട്ടാണ് കേട്ടോ പോണത്. അവളൊരു 11 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പോയി വരാച്ചിട്ടാണ്. ഇന്നാച്ചാൽ അമ്മയുണ്ട് വീട്ടിൽ, അപ്പോൾ പിന്നെ നമ്മുടെ സ്കൂട്ടി എടുത്ത് പോവാം. പക്ഷേ എനിക്ക് പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് വരിക എന്നൊരു രീതിയായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഹെർബൽസിൻ്റെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ കൊണ്ടുവന്നുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ എപ്പോഴൊന്നും ബ്ലഷ് യൂസ് ചെയ്യുന്നില്ല, ഞാൻ അത് കൊണ്ടുവന്നുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, അതെൻ്റെ അടുത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ അത് തന്നെ യൂസ് ചെയ്തു. മോൾ ഉണരുന്നുണ്ടോ നോക്കട്ടെ ഇടയ്ക്ക്. അതിനുശേഷം ഞാൻ ഐലൈനർ വെച്ചിട്ടൊരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ, ഞാൻ ഐലൈനറൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണൊന്നും അങ്ങനെ എഴുതണില്ല കേട്ടോ, കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഓവറായിട്ടൊന്നും ഇതാവാൻ നിന്നില്ല. കാരണം വേഗം പോയിട്ട് വരണ്ടേ എന്ന രീതിയിൽ ജസ്റ്റ് വേണ്ട കുറച്ച് മേക്കപ്പ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളൂ. മുടിയൊന്നും അത്ര ആർഭാടായിട്ട് കിട്ടണമെന്നില്ല, കാരണം ഹെൽമെറ്റ് വയ്ക്കാണ്ട്, അതുകൊണ്ട് എങ്ങനെ കെട്ടിയിട്ടും കാര്യമില്ല. അപ്പം ഞാൻ എല്ലാം കൂടി എടുത്തിട്ടൊരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക വെച്ചിട്ട് ഒക്കെ കൂടി എടുത്തിട്ട് ഒന്ന് ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഹെൽമെറ്റ് വയ്ക്കാതെ ഇപ്പോൾ പോകാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ക്ലിപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുങ്കുമം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കമ്മലല്ല കേട്ടോ, അനിയത്തിയുടെ കമ്മലാണ്. ഞാൻ എൻ്റെ ഗോൾഡൊക്കെ കഴുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റഡ്സും കമ്മലും എല്ലാം ഞാൻ ഊരി വെച്ചെടുക്കുകയാണ്. അപ്പോൾ പോണ സമയത്താണ് കമ്മൽ തരുന്നത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനിയത്തിയിൽ നിന്ന് എടുത്തിട്ട് ഇട്ടു. അവളിൽ കുറച്ച് ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കമ്മലാണ് യൂസ് ചെയ്യണത്. അങ്ങനെ ഏകദേശം എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വാച്ചും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വാച്ചാണ് കേട്ടോ, അതിൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. ഇത് എനിക്ക് കിട്ടിയതല്ല, ഏട്ടന് കിട്ടിയതാണ് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട്, കപ്പിൾ വാച്ച്. അപ്പോൾ ആദ്യത്തെ എനിക്കുള്ള വാച്ചാണിത്. ഞാൻ കല്യാണത്തിന് ശേഷം തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കടയ്ക്ക് എത്തി, കണ്ടില്ലേ എത്ര തരം ക്ലോത്ത്സാണ് നോക്കൂ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും അഫോർഡബിളും ആണ് കേട്ടോ. എനിക്ക് ഗ്രീൻ കളറാണ് വേണ്ടത്, അപ്പോൾ ഞാൻ കുറേ ടൈപ്പൊക്കെ നോക്കുന്നുണ്ട് ഏതാ എടുക്കേണ്ടെന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് സ്കേർട്ടും ടോപ്പും അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ താഴ്ന്ന് പറഞ്ഞ സെലക്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനുള്ള ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മേലേക്ക് പോണത്. ആ ഭാഗത്താണ് കേട്ടോ ഷിഫോണ്, അങ്ങനെ പലതരം പ്ലെയിൻസ്, നമ്മൾ ലൈനിങ് ക്ലോത്ത്സ് അതൊക്കെ ഈ ഭാഗത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു ഗ്രീനാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നെറ്റും പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് അടിക്കാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ട ലൈനിങ്ങൊക്കെ എടുത്തു. അടുത്തത് ഞാൻ അതിനുവേണ്ട സ്റ്റിച്ചിങ് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.